പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാം ഇതുവരെ പറഞ്ഞു വെച്ചത് കഅബ ഷരീഫിന്റെ മുറ്റത്ത് തവാഫുൻ ചെയ്ത് പരിപൂർത്തിയാക്കി തവാഫിന് ശേഷമുള്ള മഖാമു ഇബ്രാഹിമിന്റെ പിറകിൽ നിന്നുള്ള 2 റക്അത്ത് സുന്നത്തും നമ്മൾ നിസ്കരിച്ചു. അവിടെയാണുള്ളത്. മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ വെച്ച് മഖാമു ഇബ്രാഹിം നബി നിന്ന സ്ഥലം അതിന്റെ പേരിപ്പോഴും മഹാന്മാരെ ഓർക്കുമ്പോ ഇബാദത്ത് എടുക്കുമ്പോ മഹാന്മാരെ ഓർത്താൽ ബഹുദൈവത്വമാകും, ശിർക്കാകും എന്നൊക്കെ വാദിക്കുന്നത് ഖുർആനിക സിദ്ധാന്തത്തിനെതിരാ. ആരെന്ത് പറഞ്ഞാലും ശരി, ഇബ്രാഹിം നബിയെ ഓർക്കാതെ എങ്ങനെയാണ് മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിക്കുക? ഖുർആൻ പറയുന്നു വത്തഖിദൂഹു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ലാ. ഇബ്രാഹിം നബി കയറി നിന്ന കല്ലിന്റെ പുറകുന്ന് നിങ്ങൾ നിസ്കാര സ്ഥാനമാക്കുവീൻ. അവിടെ ഇബ്രാഹിം നബിനെ ഓർക്കാതിരിക്കൂല. അതുകൊണ്ടൊന്നും അല്ല ശിർക്ക് വരല്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമേ ഇബാദത്തിന് അർഹനുള്ളൂ. സ്വയം ശക്തനായ കഴിവുള്ള നിരാശ്രയനായ ഒരുവൻ ഇലാഹായി അല്ലാഹു മാത്രമേ ഉള്ളൂ. ഇത് ഉറച്ചു വിശ്വസിക്കുന്ന മുസ്ലിം ഇബ്രാഹിം നബിയെ ബഹുമാനിച്ച് റസൂലുള്ളാഹിനെ ബഹുമാനിച്ച് അമ്പിയ ഔലിയാക്കളെ ബഹുമാനിക്കുന്നത് കൊണ്ടൊന്നും ശിർക്ക് വരൂല. ഹജ്ജ് പൂർത്തിയായി ചെയ്യണമെങ്കിൽ ഈ മഹാന്മാരോടുള്ള ആദരവ് നിലനിർത്താതെ സാധ്യമല്ല. ഇത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച തൗഹീദാണ്. അതിലും വലിയ ഒരു പ്രതിബദ്ധത തൗഹീദിനോട് നമുക്കുണ്ടായിട്ട് കാര്യമുണ്ടോ? ഇബ്രാഹിം നബിയെ ഓർക്കാതെ, ഹാജർ അലൈഹിസ്സലാം അവരെ ഓർക്കാതെ, ഇസ്മായിൽ അലൈഹിസ്സലാം അവരെ ഓർക്കാതെ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹിം അജ്മഈൻ അവരെയൊക്കെ ഓർക്കാതെ നമുക്ക് എങ്ങനെയാണ്? അപ്പൊ മഹാന്മാരോടുള്ള ബന്ധം ഹജ്ജിലുടനീളം നേലിച്ചു കാണാം. അപ്പൊ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ വെച്ച് ദുആ ചെയ്യുന്നത് ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ സ്ഥലങ്ങളിൽ പെട്ടതാണ്. അതുപോലെ സഫയുടെ മുകളിൽ സഫമ്മൽ കയറ, സഫ മറുവാന്ന് ഒന്നിച്ച് പറയാൻ പറ്റുമോ? സഫ ഒന്ന് മറുവ ഒന്ന്. അപ്പൊ സഫന്റെ മുകളിൽ ദ്വാരന ഉത്തരം കിട്ടും. 6ാമത്തത് മറുവയുടെ മുകളിൽ, മറുവയിൽ നിന്ന് ദ്വാരന ഉത്തരം കിട്ടും. സഫ മറുവക്കിടയിൽ സഈ ചെയ്യുമെന്ന് ദ്വാരക്കുക. സഫ മറുവക്കിടയിലുള്ള നടത്തം അത് ദ്വാക്ക് ഉത്തരം കിട്ടുന്ന 7ാമത്തെ സ്ഥലമാണ്. സംസം കിണറിന് അടുത്ത് വെച്ച്, അത്ഭുതത്തിന്റെ പുണ്യത്തിന്റെ തീർത്ഥം സംസം, അതിന്റെ അടുത്ത് വെച്ച് ദ്വാരക്കൽ ദ്വാക്ക് ഉത്തരം കിട്ടും. കഅബ ഷരീഫിന്റെ അകത്ത് വെച്ച് ദ്വാരനാൽ ഉത്തരം കിട്ടും. അത് പക്ഷെ തൽക്കാലം നമുക്കെപ്പോഴും സാധിക്കൂല. അതിനാണ് ചില ഇമാമുകൾ പറഞ്ഞത് തത്വം കൊണ്ട് ഹിജ്ർ ഇസ്മായിൽ കഅബ ഷരീഫിന് അകത്താണ്. അല്ല, വല്ല സന്ദർഭത്തിലും രാജാക്കന്മാര് കഅബ മൂറുന്ന സമയത്തൊക്കെ കയറാൻ ഭാഗ്യം കിട്ടിയാൽ അള്ളാഹു വലിയവനാണ്. ഏതായാലും അതിനകത്ത് വെച്ച് ബഹുമാനപ്പെട്ട ഇമാമുകളൊക്കെ കഅബ ഷരീഫിന് അകത്ത് കയറി സുബഹി വരെ നിസ്കാരം നിർവഹിച്ച മഹാന്മാരൊക്കെ ഉണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഒരു സ്വഭാവം നോക്ക് നിങ്ങൾ. കഅബ ഷരീഫിനകത്ത് കയറി മക്കം ഫത്തഹിന്റെ കയറി 2 റക്അത്ത് അവിടെ നിസ്കരിക്കുകയും ചെയ്ത് നിസ്കരിച്ച് പുറത്തേക്ക് ഇങ്ങോട്ട് വന്നപ്പോ തന്റെ ചങ്ങാതിമാരോട് പറയുകയാണ്, ഞാനൊരു കാര്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഞാൻ ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ടെങ്കിലും ചെയ്തില്ലായിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നിപ്പോയി. എന്താ കാരണം? നല്ലോ ശ്രദ്ധിക്കണം. ഹബീബായ കാരുണ്യത്തിന്റെ ദൂതൻ സയ്യിദുനാ റസൂലുള്ളാഹി അവിടുന്ന് പറയുകയാണ്, ഞാൻ ചെയ്തു, പിന്നെ എനിക്ക് ഞാൻ ചെയ്യാതിരുന്നെങ്കിൽ എന്താണ് കാര്യം? അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, എന്റെ ഉമ്മത്തുകളിൽപ്പെട്ട ലക്ഷോപലക്ഷം വരുന്ന ആളുകളെ കുറിച്ച് ഞാൻ ഓർത്തു. അവർ ഈ പരിശുദ്ധ ഭവനം കാണാനെത്തുമ്പോൾ അവർക്ക് ഇതിനകത്ത് കയറി നിസ്കരിക്കാൻ സാധിക്കില്ലല്ലോ. ഞാനിവിടെ വെച്ച് നിസ്കരിച്ചു എന്നവരറിയുമ്പോൾ അവർക്കതിലൊരു പരിഭവം ഉണ്ടാകുമല്ലോ. എന്നാൽ ഞാൻ അവർക്ക് വേണ്ടി അല്ലാഹുവോട് ദുആ ചെയ്തിരിക്കുന്നു എന്ന് ശഫീഉനാ റസൂലുള്ളാഹി അവിടുത്തെ ഉമ്മത്തിന്റെ ചെറിയ ഒരു പരിഭവത്തിൽ പോലും മനസ്സ് വേദനിച്ച ആളാണ് കാരുണ്യത്തിന്റെ ദൂതരായ സയ്യിദുൽ വറാ റസൂലുള്ളാഹി. അപ്പോൾ കഅബ ഷരീഫിന് അകത്ത് വെച്ച് ദ്വാരനാൽ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥലമാണ്. അറഫയിൽ അതിലൊരു സ്ഥലമാണ്. അറഫയിൽ വെച്ച് അത് പക്ഷേ എന്താണ്? ദുൽഹജ്ജ് 9-നായിരിക്കണം. വേറെയുള്ള ഒഴിവുള്ള ദിവസം പോയി അറഫയിൽ ദ്വാരനാൽ അതിൽ പെടുകയില്ല. അതുപോലെ മുസ്ദലിഫയിൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന മറ്റൊരു സ്ഥലമാണ്. മിനയിൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ്. മിനയിലുള്ള ആ രാപ്പാർക്കലിന്റെ സന്ദർഭങ്ങളിലൊക്കെ ദ്വാരക്കാം. അതുപോലെ 13, 14, 15 നമ്പറുകൾ 3 ജംറകൾ കല്ലെറിയുന്ന 3 സ്ഥലമുണ്ടല്ലോ. ആ 3 സ്ഥലങ്ങളിലും കല്ലെറിയുന്നതിനോടനുബന്ധിച്ചോ ശേഷമോ ദുആ ചെയ്താൽ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ നമുക്ക് മുൽത്തസം എന്ന് ദ്വാരക്ക, മഖാം ഇബ്രാഹിം എന്ന് ദ്വാരക്ക, ഹിജ്ർ ഇസ്മായിൽ എന്ന് ദ്വാരക്ക. അത് കഴിഞ്ഞ് നമുക്ക് നേരെ സംസമിന്റെ അടുത്തേക്ക് പോകാം. സംസമിന്റെ ഒക്കെ കഥ വളരെ കൂടുതൽ പറയാനുണ്ട് സുഹൃത്തുക്കളെ. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ആ ചരിത്രമെങ്ങാനും പറഞ്ഞാൽ നമുക്ക് വിഷയം എവിടെയും എത്തിക്കാൻ സാധ്യവുമല്ല. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഹാജർ അലൈഹസ്സലാം, ചിലര് ഹാജറ എന്ന് പറയാറുണ്ട്, അത് പ്രയോഗപരമായി തെറ്റാണ്. ഹാജർ എന്നേ ഉള്ളൂ. ഒരു നീഗ്രോ കറുത്ത പെണ്ണായിരുന്നു. പക്ഷെ എന്തു ചെയ്യാൻ, അള്ളാഹു ബഹുമാനിച്ചു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ജനിക്കാൻ ഭാഗ്യം ലഭിച്ച പെണ്ണാണ് ബീവി ഹാജർ റളിയല്ലാഹു അൻഹാ. ഹാജറിനെയും സ്വന്തം കുഞ്ഞ് ഇസ്മായിലിനെയും
അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വിജനമായ മക്കാദേശത്ത് കൊണ്ടെത്തിക്കുന്നു. കഅബാലയത്തിന്റെ പഴയ കാല അവശിഷ്ടം മാത്രമേ അവിടെ ഉള്ളൂ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുണ്ടായ ജലപ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ച കഅബ ഷരീഫിന്റെ അവശിഷ്ടങ്ങളുള്ള ആ മണ്ണിൽ തന്റെ പ്രിയപ്പെട്ട പൊന്നോമന മകനെയും ഭാര്യ ഹാജറിനെയും കൊണ്ടുവച്ച് ദുആർന്നില്ലേ, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ വജ്അൽ അഫ്ഇദതൻ മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖ്ഹും മിനസ് സമറാത്ത്. അല്ലാഹുവേ, വിജനമായ ഈ ഇടത്തിൽ എന്റെ പ്രിയപ്പെട്ട കുടുംബത്തെ ഞാനിതാ താമസമാക്കി പോകുന്നു റബ്ബേ, നിന്റെ കഅബയുടെ മുറ്റത്ത്. അവിടെ ഉണ്ട് ഇന്ദ ബൈത്തിക്കൽ മുഹറം. അതുകൊണ്ട് ഇബ്രാഹിം നബിയാണ് കഅബ ഉണ്ടാക്കിയത് എന്ന പുതിയൊരു ചരിത്രം ചിലരൊക്കെ പറയുന്നുണ്ട് നബീൻ ആശയക്കാൾ. അതൊരിക്കലും ശരിയല്ല, ഖുർആന്റെ ആശയത്തിനെതിരാ. ഇബ്രാഹിം നബിയുടെ മുമ്പ് കഅബ ഷരീഫ് ഉണ്ട്, അതിനെ പുതുക്കിപ്പണിത ആളാണ് ഇബ്രാഹിം നബി. അങ്ങനെ പറയുന്നതുകൊണ്ട് ഇബ്രാഹിം നബിന്റെ ബഹുമാനം കുറയലല്ല, ഒരിക്കലും കുറയൂല. ഇന്ദ ബൈത്തിക്കൽ മുഹറം എന്ന് ഖുർആനിലുണ്ടല്ലോ. പണി കഴിക്കുന്നതിന് മുമ്പ് അങ്ങനെ ദ്വാരുന്നതല്ലേ. അത് ഇനി ഇവിടെ ഉണ്ടാകാൻ പോകുന്ന കഅബ എന്നൊന്നും അല്ല അവിടെ അർത്ഥം. തത്വത്തിൽ കഅബ ഷരീഫ് മലായിക്കത്ത് നേരത്തെ സൃഷ്ടിച്ചിട്ടും പടച്ചിട്ടുണ്ട്, ആദം നബിയും പടച്ചിട്ടുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, നിർമ്മിച്ചിട്ടുണ്ട്. ഇങ്ങനെ അവിടെ ഹാജർ അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം ഒരു പുതിയ സംസ്കാരം തുടങ്ങുകയാണ്, പുതിയൊരു നാഗരികത തുടങ്ങുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അടങ്ങിപ്പോകാൻ ഒരുങ്ങി. അപ്പോൾ ഹാജർ ചോദിച്ചു, എന്തായി പരിപാടി? നിങ്ങൾ എന്നെയും ഈ പിഞ്ചോമന പൈതലിനെയും ഇവിടെ വെച്ച് പോവുകയാണോ? അല്ലാഹു അമറക ബിഹാദ, ഇതാണോ അള്ളാഹുവിന്റെ കൽപ്പന? അതെ, അള്ളാഹു ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ ഹാജർ ബീവി പറഞ്ഞു, ശരി, അള്ളാഹു പറഞ്ഞത് ഇങ്ങനെയാണെങ്കിൽ എങ്കിൽ ഞങ്ങളെ അള്ളാഹു പാഴാക്കി കളയില്ല, അതുകൊണ്ട് നിങ്ങൾ പോയിക്കോ. അങ്ങനെ ബാപ്പ മടങ്ങിപ്പോകുന്നു. ഉമ്മയതാ കുട്ടിക്ക് മുലപ്പാൽ കൊടുത്തു പോറ്റുന്നു. ഒരു കുട്ടി അവിടെ ഇല്ല, ഒരു തുള്ളി വെള്ളം കഅബയുടെ മുറ്റത്തില്ല, ഒരു ജനങ്ങളെയും ഒരു മനുഷ്യരെയും കാണുന്നില്ല. ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് മുലപ്പാൽ പറ്റി, ഒരു തുള്ളി വെള്ളമില്ല, വിഷമിച്ചു. ആ സന്ദർഭത്തിലാണ് ഹാജർ അലൈഹിസ്സലാം ഇന്ന് കഅബ ഷരീഫ് നിൽക്കുന്ന സ്ഥലത്തിന്റെ തൊട്ട് പരിസരത്ത് മുറ്റത്ത് തന്റെ പിഞ്ചോമന പൈതലിനെ കിടത്തിക്കൊണ്ടുവരും മാതാവ് തന്റെ കുട്ടിക്ക് വെള്ളം കൊടുക്കാനുള്ള തൃഷ്ണ, അതിന്റെ അഭിനിവേശത്തിൽ ഓടുകയാണ് സഫാ കുന്നുമലേക്ക്. സഫാ കുന്നിന്റെ നെറുകിൽ കയറി എവിടെയോ വെള്ളമുണ്ടോ, ഏതെങ്കിലും കച്ചവട സംഘം വരുന്നുണ്ടോ എന്ന് വേദനിക്കുന്ന മനസ്സോടെ തപിക്കുന്ന ഹൃദയത്തോടെ ഹാജർ എന്ന ഉമ്മ അതാ അന്വേഷിക്കുന്നു. വെള്ളം കിട്ടാനില്ലല്ലോ റബ്ബേ, എന്റെ കുട്ടി മരിക്കുമല്ലോ എന്ന് പേടിച്ചിട്ടതാ ഓടുകയാണ് മറുവാ കുന്നുമലേക്ക്. മറുവയിലേക്ക് ഓടുന്ന സന്ദർഭത്തിൽ ഒരു പ്രത്യേക പോയിന്റിലെത്തിയ കുട്ടിയെ കാണൂല. കഅബയുടെ മുറ്റത്ത് കിടത്തിയ കഅബ ഷരീഫിന്റെ പോയിന്റിന്റെ മുറ്റത്ത് വെച്ച കുട്ടിയെ ഒരു ചെറിയ സ്ഥലത്ത് നിന്ന് കാണാത്തത് കൊണ്ട് അവിടെ ഹാജർ അലൈഹിസ്സലാം ഓടും. ആ ഓടുന്ന സ്ഥലം ഖിയാമത്ത് നാൾ വരെ പുരുഷന്മാർ ഓടണം. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഫദാലിക സഅയുൻ നാസി ബൈനഹുമാ, സഫാ മർവയ്ക്കിടയിൽ ഓടുക നടക്കുക എന്ന മുസ്ലിമീങ്ങളുടെ മര്യാദ ഹാജർ അലൈഹിസ്സലാം അന്ന് അവിടെ ഓടിയതും നടന്നതും സ്മരിച്ചുകൊണ്ടാണ്. ഇത് ഇസ്ലാമിന്റെ നിയമമാണ്. പക്ഷെ അന്ന് പെണ്ണായ ഹാജർ ബീവി ഓടി, ഇപ്പൊ പെണ്ണുങ്ങൾ അവിടെ ഓടേണ്ട ആവശ്യമില്ല. എന്താണ് ഇസ്ലാമിന്റെ സിസ്റ്റം? അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന നിയമത്തിനനുസരിച്ചാണ് മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ മറുവയിലെത്തി, മറുവയിൽ നിന്ന് നോക്കും വെള്ളം കിട്ടുന്നുണ്ടോ, കിട്ടുന്നില്ല. കുറെ കഴിഞ്ഞപ്പോ ഒരൊറ്റ അട്ടഹാസം. ഹാജർ അലൈഹിസ്സലാം കേൾക്കുന്നു ഒരു ചെറിയ ശബ്ദം. 7ാം തവണ ഓടുകയാണ്, മറുവയുടെ അടുത്തെത്താൻ തുടങ്ങിയപ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു. അപ്പോഴവർ വിളിച്ചു പറഞ്ഞു, സഹീഹുൽ ബുഖാരിയിൽ കാണാം, അഗ്സിനി ഇൻ കാന ഇൻദക ഗവാസ്, എന്നെ സഹായിക്കുവീൻ, എന്നെ സഹായിക്കുവീൻ. ഏതാണ് ആ ശബ്ദം? ആരാണ് ആ ശബ്ദം? എന്നെ സഹായിക്കുവീൻ, നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ എന്ന ഒരു പ്രാർത്ഥന ബീവി ഹാജർ അലൈഹിസ്സലാം നടത്തുന്നു. പെട്ടെന്നാണ് അത്ഭുതം നടക്കുന്നത്. ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവതരിച്ച് പിഞ്ചോമന പൈതലായ ഇസ്മായിൽ കാലിട്ടടിക്കുന്ന സ്ഥലത്തതാ ഒരു നീരുറവ. ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് ഗാലൻ കണക്കിന് വെള്ളം വറ്റാത്ത നീരുറവ. ബഹുമാനപ്പെട്ട ഇസ്മായിൽ എന്ന പിഞ്ചുമകന്റെ കാലിൽ നിന്ന് നീരുറവ പ്രവഹിക്കുന്നു. പക്ഷികൾ വന്ന് വട്ടമിട്ട് നിൽക്കുന്നതാണ് പിന്നെ ഉമ്മ കാണുന്നത്. തന്റെ കുട്ടിയുടെ പരിസരത്തേക്ക് പക്ഷികൾ പറന്നു വരുന്നു. ഇത് വെള്ളമുള്ളത് കൊണ്ടല്ലേ. ഓടി വന്ന് നോക്കുമ്പോ തന്റെ പിഞ്ചോമന പൈതലിന്റെ പിഞ്ചു കാലിന്റെ അടിയിലൂടെ അതാ മണ്ണിൽ നിന്ന് വെള്ളം ശക്തമായി പ്രവഹിക്കുന്നു. ആ ഉമ്മ ഓടി വന്ന് സം 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 സം, അഥവാ അടങ്ങുക അടങ്ങുക, നിൽക്കുക നിൽക്കുക എന്ന അർത്ഥത്തിൽ
കല്ലെടുത്ത് വെച്ചു. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കഥ പറയുമ്പോൾ പറയുകയാണ്, റഹിമല്ലാഹു ഹാജർ, ഹാജറിനോട് അള്ളാഹു കൃപ ചെയ്യട്ടെ. അവരെങ്ങാനും കല്ല് വെച്ച് പിടിച്ചു വെക്കാതിരുന്നെങ്കിൽ അതൊരു പുഴയായി ഒഴുകുമായിരുന്നു. പക്ഷെ അള്ളാഹു തആല നമുക്ക് ഖൈറാക്കിയ ഖളാ ഇങ്ങനെയാണ്. അങ്ങനെ അവിടെയാണ് സംസം കിണർ എന്ന രൂപത്തിൽ പിന്നീട് ആയത്തിൽ കുഴിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബാണ് പിന്നീട് അത് കണ്ടെടുത്ത് കുഴിയായി കിണറായി കുഴിച്ചത്. അതിന്റെ സൂക്ഷിപ്പുകാരും അതിന്റെ വെള്ളം കോരുന്നവരും ആ കുടുംബത്തിൽ തന്നെ ആയിരുന്നു എന്നും ഇന്നും അന്നും. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ സംസമിനെ പറ്റി കുറെ ഹദീസുകളുണ്ട്. മാഉ സംസം ലിമാ ശുരിബ ലഹ്, ഏതുദ്ദേശം വെച്ചാണോ സംസം വെള്ളം കുടിക്കുന്നത് ആ ഉദ്ദേശത്തിനുള്ളതാ. രോഗം ശിഫയാകാൻ വേണ്ടി കുടിച്ചാൽ രോഗം ശിഫയാവും. ഇൽമ് കിട്ടാൻ, ബുദ്ധി കിട്ടാൻ, ദീർഘായുസ് കിട്ടാൻ, തൗബ കിട്ടാൻ, ദോഷം പുറത്ത് കിട്ടാൻ, ഏതുദ്ദേശം അത് കിട്ടും. മഹാന്മാരായ സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹും ഹജ്ജിന് പോകുന്ന വേളയിൽ സംസം വെള്ളം പാത്രത്തിലാക്കി വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നുവെന്നും അവരുടെ വീട്ടിൽ ഷിഫാക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നുവെന്നും മുസ്ലിം സമുദായം ഒന്നടങ്കം വിശ്വസിക്കുന്ന ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. ഇന്ന് ചില ആളുകൾക്ക് അതും കളിയാണ്. ദീനുൽ ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ വെട്ടിച്ചുരുക്കിയത് കൊണ്ട് എന്ത് കാര്യോ? അള്ളാഹിന്റെ ദീൻ അത് അതുപോലെ നിലനിർത്തണം. ഏതാവട്ടെ, നമുക്ക് സംസമിലേക്ക് നീങ്ങാം. ഇന്ന് സൗദി അറേബ്യയുടെ പുതിയ വികസനമൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. സംസം കിണർ താഴെയാക്കി തവാഫ് ചെയ്യുന്ന മത്വാഫ് അത് മാർബിളിട്ട് നല്ലപോലെ ഉറപ്പിച്ചു. ഇവിടെ ഒന്ന് ചെന്നാൽ വലിയ മോട്ടോർ കൊണ്ട് വെള്ളം പമ്പ് ചെയ്യുന്നതല്ലാതെ വേറൊന്നും അവിടെ കാണാൻ കഴിയില്ല. സദാ നേരവും മണിക്കൂറുകൾ ഇടവിടാതെ വെള്ളം പമ്പ് ചെയ്യുകയാണ്. കോടിക്കണക്കിന് ആളുകൾ ആ വെള്ളം കുടിക്കുന്നത്, 100 ലക്ഷം അല്ല, മദീനത്തേക്ക് ആ വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ മുക്കിയിട്ട് ഇതുവരെ ആ വെള്ളം തീർന്നിട്ടില്ല. ഒരൊറ്റ കിണറിലെ വെള്ളം ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു, തീരുന്നില്ല. ഇത് ബറക്കത്തിന്റെ വെള്ളമാണ്. അത് കുടിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, രോഗമുദ്ദേശിച്ചുകൊണ്ട് രോഗശമനം ഉദ്ദേശിച്ചു കുടിക്കുമ്പോ അല്ലാഹുമ്മ ഇന്നി അശ്റബുഹു മുസ്തശ്ഫിയം ബിഹി മിൻ മറദി അല്ലാഹുമ്മ ഫശ്ഫിനി. മലയാളത്തിൽ ദ്വാരക്കാം, അല്ലാഹുവേ രോഗം ശിഫയാക്കാൻ വേണ്ടി ഇത് കുടിച്ചാൽ അതുകൊണ്ട് രോഗം ശിഫയാകുമെന്ന് ഞാൻ റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട്, എനിക്ക് നീ ശിഫ തരേണമേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ഇന്നഹു ഖദ് ബലഗനി അന്ന റസൂലക സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല മാഉ സംസം ലിമാ ശുരിബ എന്ന് അല്ലാഹുമ്മ ഇന്നി അശ്റബുഹു ലിതഗ്ഫിറ ലി അല്ലാഹുമ്മ ഫഗ്ഫിർ ലി. ഓരോ ഉദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് സംസം വെള്ളം കുടിക്കുക. സംസം വെള്ളം കുടിച്ചതിന് ശേഷം വേണമെങ്കിൽ ഒന്ന് മുഖം കഴുകുക, വേണമെങ്കിൽ ഒന്ന് വലുതാക്കി വുദു എടുക്കുക. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ബഹുമാനിച്ച ഒരു സംസം റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തിന്റെ ഇടയിൽ ഇടകലർന്നുകൊണ്ട് അവർ കുടിക്കുന്ന പാത്രത്തിൽ നിന്ന് സംസം വെള്ളം കുടിച്ചതായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഇരിക്കട്ടെ, സംസം വെള്ളം കുടിച്ചു. ഇനി നമുക്ക് സഅയിലേക്ക് പോകാം, സഫാ മർവയിലേക്ക് പോകാം. നമ്മുടെ ഹജ്ജിന്റെ പ്രധാന ഭാഗമാണ്, ഉംറയുടെ പ്രധാന ഭാഗമാണ് സഫാ മറുവ. ഇത് ചരിത്രപരമായി ഞാൻ ഇനി വിശദീകരിക്കുന്നില്ല. നമ്മൾ പാകെ ചെയ്തത് എന്താണ്? ഉംറക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടി കുളിച്ചു. ഉംറക്ക് ഇഹ്റാമിന്റെ വസ്ത്രം മാറ്റി. അതിനുശേഷം ഉംറ ചെയ്യാൻ നിയ്യത്ത് ചെയ്തു, ഇഹ്റാം ചെയ്തു. മക്കത്തെത്തി കഅബ 7 തവണ തവാഫ് ചെയ്തു. തവാഫിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. ഇനി സഫാ മറുവന്റെ ഇടയിൽ 7 നടത്തേണ്ട ഒറ്റവാക്ക് പറഞ്ഞാൽ കഴിഞ്ഞു. അത് പെട്ടെന്ന് കഴിയും. മുമ്പേതോ ഒരാൾ പറഞ്ഞില്ല, സഫാ മറുവക്കിടയിലുള്ള ആ നെട്ടോട്ടം അത് കുറച്ച് വിഷമം തന്നെയാണ്. കുറച്ച് കിലോമീറ്ററുകൾ അഥവാ കുറച്ച് മീറ്ററുകൾ, 375 മീറ്റർ ദൂരമുണ്ട് സഫ മുതൽ മറുവ വരെ. അത് 7 പ്രാവശ്യം ആവർത്തിക്കുമ്പം 375 പെരുക്കണം 7 നാട് കൂട്ടിയാൽ എല്ലാവർക്കും കിട്ടൂ. കുറച്ച് ദൂരം നടക്കാനുണ്ട് എന്നർത്ഥം. അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് കുറച്ച് ഭക്ഷണം കഴിച്ചു പോകണം എന്ന് പറയുന്നത്. ഇന്ന സഫാ വൽ മറുവത മീ ശാഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ വമൻ തതവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. അല്ലാഹു തആല ഖുർആനിൽ സഫാ മറുവയെ ബഹുമാനിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാവട്ടെ, ചുരുക്കി പറയുന്നു, സഫായുടെ മുകളിലേക്ക് കയറുക. സഫ കൊണ്ട് തുടങ്ങിയാൽ നിർബന്ധ. ഒരാൾക്ക് സൗകര്യം റൂമിൽ പോയിട്ട് തവാഫ് ചെയ്ത് റൂമിൽ പോയി കഞ്ഞി കുടിച്ചതിന് ശേഷം സഫാ മറുവന്റെ ഇടയിൽ നടക്കുന്നതിന് വിരോധമല്ല. കുറച്ച് കിടന്നുറങ്ങി ക്ഷീണം മാറ്റിയതിന് ശേഷം കുഴപ്പമില്ല. ഏറ്റവും നല്ലത് തവാഫ് കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. എന്നാൽ ഇക്കാലത്ത് സുഖമില്ലാത്ത ആളുകൾക്കൊക്കെ കുറച്ചൊരു വെള്ളോ ചായ ഒക്കെ കുടിച്ചു വന്നിട്ട് തുടങ്ങണ നല്ലത്. സഫമ്മെന്ന് തുടങ്ങണം. മറുവന്റെ ഭാഗത്ത് റൂമാണ്, ഞാൻ അവിടെ നിന്ന് തുടങ്ങിയാൽ ആ അർത്ഥം കൂട്ടൂല. ഏതുപോലെ തവാഫ് എപ്പോഴും ഹജറുൽ അസ്വദിനെ നേരെന്ന് തുടങ്ങണം എന്ന് പറയുന്നത് പോലുള്ളൊരു നിയമ. ഇന്ന സഫാ വൽ മറുവ, അള്ളാഹു തുടങ്ങിയത് സഫ കൊണ്ടാണ്, നമ്മളും അതുകൊണ്ട് തുടങ്ങണം എന്ന് റസൂലുള്ളാഹി തങ്ങൾ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. സഫന്റെ മുകളിൽ കയറുക. മുകളിൽ കയറിയ ഒരു പ്രത്യേക വാതിലിന്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ കഅബ ശരീഫ് കാണാം. കണ്ടാലും കണ്ടില്ലെങ്കിലും കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് ഉംറയുടെ സഅയ് ഞാൻ
ചെയ്യുന്നു. സഫാ മർവക്കിടയിലുള്ള നടത്തം, അതാണ് സഅയ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അങ്ങനെ ഒന്ന് പ്രത്യേക നിയ്യത്ത് നിർബന്ധമല്ലെങ്കിലും ഒന്ന് നിയ്യത്ത് ചെയ്യാവുന്ന ചെയ്യുന്നതാണ് നല്ലത്. എന്നിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അലാ മാ ഹദാനാ വൽഹംദുലില്ലാഹി അലാ മാ ഔലാനാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അൻജസ വഅദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹദാ ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ തുടങ്ങിയിട്ടുള്ള ദിക്റുകളെ വർദ്ധിപ്പിച്ചുകൊണ്ട് സഫാ മർവക്കടയിൽ നടക്കുക. സഫ മുതൽ മർവയിലേക്ക് നടന്ന് 75 മീറ്റർ പിന്നിട്ടാൽ ഒരു പച്ച ബൾബ് ലൈറ്റ് കത്തുന്ന വലിയ ട്യൂബ് കത്തുന്ന ഒരു തൂണ് കാണാം. അതിന്റെ അടുത്ത് നിന്ന് അടുത്ത പച്ച ലൈറ്റ് കത്തുന്ന തൂണ് വരെയുള്ള ദൂരം പുരുഷന്മാര് വേഗത്തിൽ നടക്കൽ സുന്നത്താണ്. അതിന്റെ ചരിത്രപരമായ പശ്ചാത്തലം ഞാൻ നേരത്തെ പറഞ്ഞു. അതിനിടയിലെത്തുമ്പോൾ റബ്ബി ഗഫിർ വർഹം വതജാവസ് അമ്മാ തഅലം ഇന്നക അൻതൽ അഅസ്സുൽ അക്രം എന്ന ആ ഓട്ടത്തിൽ ആ സ്പീഡിൽ അതേ സ്വഭാവത്തിൽ തന്നെ ചെല്ലാനുള്ള ഒരു ദിക്റാണ്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ അല്ലാഹുമ്മ ജഅൽഹാ ഉംറതൻ മബ്റൂറാ വദംബൻ മഗ്ഫൂറാ വസഅയൻ മഷ്കൂറാ വതിജാറതൻ ലൻ തബൂർ യാ അസീസു യാ ഗഫൂർ എന്ന് തുടങ്ങിയ ദിക്റുകൾ സഫാ മർവക്കിടയിൽ ചെല്ലൽ സുന്നത്താണ്. ഖുർആൻ ഓതിക്കൊണ്ട് സഅയ് ചെയ്യാം, അതല്ലെങ്കിൽ കാണാതെ അറിയുന്ന ദിക്റ് ചൊല്ലാം. ഇനി ഒന്നും ചെല്ലിയില്ലെങ്കിലും സഅയിന് പ്രത്യേക കുഴപ്പമൊന്നും വരൂല. കൂട്ടത്തിൽ ഞാൻ പറയാം, എത്രയോ കേരളക്കാരടക്കം വിവരമില്ലാത്ത മനുഷ്യന്മാര് സഫാ മർവന്റെ ഇടയിൽ ലോക്കൽ കുപ്പാവും പാന്റും ഇട്ട് ഇങ്ങനെ നടക്കണത് കാണാം. ഭ്രാന്തം പണിന്നല്ലാതെ ആ പണി കൊണ്ട് ഒരു ഉപകാരം ദുനിയാവിലും ആഖിറത്തിലും കിട്ടൂല. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഉംറയുടെ സഅയ്, ഉംറയുടെ സഅയ് ആകുമ്പോ എപ്പോഴും തവാഫ് കഴിഞ്ഞിട്ടുള്ള സഅയ്യ. ആ സമയത്ത് നമ്മൾ കുപ്പായിടാൻ പറ്റൂല, ഉംറയുടെ ഇഹ്റാമിന്റെ വേഷത്തിലാണ് ഉണ്ടാവുക. പിന്നെ ഒരു ഹജ്ജിന്റെ സഅയ് ഉണ്ട്, അത് കുപ്പായിട്ടുകൊണ്ട് ചെയ്യാം. അത് ദുൽഹജ്ജ് 11, 12, 13 ദിവസങ്ങളിലേ ഉണ്ടാവുള്ളൂ. അല്ലാത്ത കാലത്ത് ഏതെങ്കിലും മനുഷ്യന്മാർ കുപ്പാവും പാന്റും ഇട്ടിട്ട് ഇങ്ങനെ സഫാ മർവന്റെ ഇടയിൽ കൂടെ നടക്കണുണ്ടെങ്കിൽ പതുക്കെ സ്വകാര്യമായി വിളിക്കുക, നിങ്ങൾ എന്തേ നടക്കണെന്ന് ചോദിക്കുക. അവര് പറയും ഞാനൊന്ന് സഫാ മർവന്റെ ഇടയിൽ നടക്കുക, അന്ന് അടുത്ത ഒരു കാര്യമില്ല, അത് വേറെ ഏതോ റോട്ടുമ്മ കൂടെ നടക്കണ മാതിരി നല്ലാതെ. എന്ന് പറഞ്ഞാൽ ഉംറയുടെ ഭാഗമായോ ഹജ്ജിന്റെ ഭാഗമായോ മാത്രമേ സഫാ മർവന്റെ ഇടയിലുള്ള നടത്തുള്ളൂ. ചില സാധുക്കൾ ഇപ്പോഴും മനസ്സിലാക്കിയത് തവാഫ് ചെയ്യുമ്പോഴൊക്കെ സഅയും ചെയ്യണമെന്നാ. അങ്ങനെ ക്ഷീണിച്ചു കഴിഞ്ഞപ്പോഴാണ് ഏതോ കേരളത്തിൽ നിന്ന് വന്ന ഒരു സാധു പറഞ്ഞത്, ആ കറക്കം കൊള്ളാം, നെട്ടോട്ടം കൊള്ളത്തില്ല. ആ നെട്ടോട്ടം എന്നൊക്കെ പറയുന്നത് മടുത്തിട്ടാണ്, അപ്പൊ ആവശ്യമുള്ള സമയത്ത് ചെയ്താൽ മതി എന്നർത്ഥോ. സഅയ് വളരെ ബഹുമാനത്തോടെ ദിക്റുകൾ ചൊല്ലി, ഇന്ന സഫാ വൽ മർവത മിൻ ശാഇരില്ലാഹി ഫമൻ ഹജ്ജൽ ബൈത അവ യതമറ ഫലാ ജുനാഹ عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم എന്ന ദിക്റ് വർദ്ധിതമായ രൂപത്തിൽ ചൊല്ലുക. സഅയിന്റെ നിബന്ധനകൾ വളരെ ചെറിയ രൂപത്തിൽ ശ്രദ്ധിക്കാനുള്ളത്, സഫാ മർവയുടെ ഇടയിലുള്ള സ്ഥലങ്ങൾ മുഴുവനും വിട്ടുകിടക്കുക തന്നെ വേണം. അത് കുറച്ച് നടന്നിട്ട് ബാക്കി ഏതെങ്കിലും കെയർ ഓഫിൽ എഴുതി തള്ളാൻ പറ്റൂല. കുന്നുകളുടെ മുകളിലേക്ക് കയറി എന്ന് വരുന്ന രൂപത്തിൽ സഫയുടെ മുകളിൽ, മർവയുടെ മുകളിലേക്ക് പിന്നെ കയറാൻ മാത്രമൊന്നുമില്ല. ഇതൊന്ന് മലയല്ല, കുന്നല്ല, നല്ല കെട്ടിടമാണ്, നല്ല ബിൽഡിംഗ് ആണ്. ബിൽഡിങ്ങിന്റെ ഉള്ളിലൂടെയാണ് ഈ പോക്കും വരവും ഒക്കെ. ഏതായാലും അവിടെ വെച്ച് നമുക്ക് കാണാനുള്ളതാണ്. അതുപോലെ സഫാ മുതൽ നടത്തം ആരംഭിക്കണം. ഇടക്ക് വെച്ചോ മറുവയിൽ നിന്നോ നടത്തം തുടങ്ങിയാൽ കൂട്ടുകയില്ല, അത്രയും ദൂരം പരിഗണിക്കപ്പെടുന്നതല്ല. 7 വട്ടം പൂർത്തിയാക്കണം. 3 വട്ടം നടന്നിട്ട് വയസ്സായ ചില ആര്യമാര് പറയും, അത്രയൊക്കെ മതി ഉസ്താദെ, അള്ളാഹു തആല അതിന് തരുന്നത് തരട്ടെ. അതിനൊന്നും തരൂല, അത് എടുക്കാത്ത നോട്ട് പോലെയാണ്, അല്ലെങ്കിൽ കള്ളനോട്ട് പോലെയാണ്. 7 നടത്തം നടക്കണം. ക്ഷീണിക്കുകയോ മറ്റോ ചെയ്താൽ അതിന് വേറെ പരിഹാരങ്ങളുണ്ട്, കുറച്ച് സമയം വിശ്രമിച്ചതിന് ശേഷം തുടങ്ങാം എന്നല്ലാതെ. അതുപോലെ വാഹനങ്ങളുണ്ട് അവിടെ. വാഹനം എന്ന് പറഞ്ഞാൽ ഉരുട്ടുന്ന കസേര, ആളുകൾ അതിനു വേണ്ടി ഉന്തിത്തരും. അതുകൊണ്ട് നമുക്ക് പ്രയാസമില്ലാതെ കുറച്ച് കാശ് കൊടുത്താൽ ചെയ്യാവുന്നതാണ്. സഅയിലുള്ള ദിക്റുകൾ ഓരോന്നും അവരവർക്ക് കഴിയുന്ന രൂപത്തിൽ ചെയ്യുക, അല്ലെങ്കിൽ അവരവർക്ക് കഴിയുന്ന ദിക്റ് ദുആകൾ നടത്തുക. എന്ത് നടത്തിയാലും സഫാ മർവന്റെ ഇടയിൽ തമാശയായി പോകരുത്. വൺ വേ ആണ്, അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് വരുന്നവരെ കാണാം. ആ സമയത്ത് ദുനിയാവിലുള്ള എല്ലാ മനുഷ്യന്മാരുടെ എല്ലാ നിറവും എല്ലാ രൂപവും കാണുന്ന സ്ഥലമാണ്. അവിടെ വെച്ച് അത്തരം കാഴ്ചകളും അത്ഭുതങ്ങളും നോക്കി നിന്ന ദുആക്ക് ഉത്തരം കിട്ടൂല. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മനസ്സ് നിറഞ്ഞുകൊണ്ട് സഫാ മർവന്റെ ഇടയിൽ നടക്കുക. സഫ മുതൽ മർവയിലേക്ക് എത്തിയാൽ
ഒന്നാവും, മറുവ മുതൽ സഫയിലേക്ക് എത്തിയാൽ രണ്ടും ആവും. ചില ആളുകൾ റിട്ടേണും കൂടി കൂട്ടിയിട്ട് ജീപ്പിന്റെ വാടക കൂട്ടണായിരിക്കും കൂട്ടുക. അവര് നടന്നിട്ട് കാലം എന്ന് പോകും. അതിന്റെ ആവശ്യമല്ല. സഫ മുതൽ മറുവ വരെ ഒന്ന്, മറുവ മുതൽ സഫയിലേക്ക് എത്തിയ രണ്ട്. അങ്ങനെ വരുമ്പോ മറുവയിൽ എത്തുമ്പോൾ ഏഴാമത്തത് അവസാനിക്കും. ഏഴാമത്തത് മറുവയിൽ വെച്ച് അവസാനിക്കുമ്പോൾ നമ്മുടെ ഉംറയുടെ അവസ്ഥ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ ബോംബെയിൽ നിന്നോ മദ്രാസിൽ നിന്നോ നിയ്യത്ത് ചെയ്ത് ഉംറ ചെയ്തിരിക്കുകയാണ്. ആ ഉംറയുടെ നിയ്യത്ത് അതോടുകൂടി നമുക്ക് പൂർത്തിയാക്കാം. അവിടെ എത്തി മറുവയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ ദുആ, റബ്ബനാ തഖബ്ബൽ മിന്നാ വആഫിനാ വഅഫു അന്നാ വഅലാ തആതിക വശുക്രിക ഇന്നാ വഅലാ ഗൈരിക ലാ തകിൽനാ വഅലൽ ഈമാനി വൽ ഇസ്ലാമിൽ കാമിലി ജംഅൻ തവഫനാ وأنت راض عنا اللهم ارحمني أن أتكلف ما لا يعنيني وارزقني حسن النظر فيما يرضيك عني يا أرحم الراحمين എന്ന് ദുആ ചെയ്യൽ സുന്നത്താണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അത്തരം ദിക്ർ ദുആകൾ കൂടുതൽ നടത്തുക. മുടിയെടുക്കാനുള്ള സന്ദർഭം അവിടെയാണ്. അഥവാ ഉംറ കഴിഞ്ഞു, ഇനി ഉംറക്ക് മുടിയെടുക്കലാണ്. മുടിയെടുക്കുന്നതിന് മുൻപായി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹുമ്മ നാസിയതി ബിയദിക ഫജ്അൽ ലീ ബികുല്ലി ഷാറത്തിൻ നൂറൻ യൗമൽ ഖിയാമ എന്ന് തുടങ്ങുന്ന ദിക്ർ ചൊല്ലി അവിടെ മുടിയെടുക്കുക. 3 മുടി പുരുഷന്മാർ പഠിക്കുക. കളയലാണ് സുന്നത്ത്. 3 മുടി എടുത്താലും മതി. തലയുടെ അതിർത്തിയിലുള്ളതായിരിക്കണം, തലയിൽ നിന്ന് തൂങ്ങി നിൽക്കുന്നതാവരുത്. സ്ത്രീകൾ അവരുടെ മുടി ആകമാനം തൂക്കിയിട്ട് അടിയിൽ നിന്ന് കുറച്ച് ഭാഗം വെട്ടലാണ് സുന്നത്ത്. അവർക്ക് അവിടെ നിന്ന് മുടി വെട്ടുന്നത് മറ്റുള്ളവർ കാണുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് റൂമിലേക്ക് എത്തിയ ഉടനെ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. പുരുഷന്മാർ അവിടെ വെച്ച് തന്നെ മുടിയെടുക്കലാണ് സുന്നത്ത്. അതാണ് കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ മറന്നുപോകും. മുടി എടുക്കാതിരുന്നാൽ നേരത്തെ ഇഹ്റാമിൽ നിഷിദ്ധമായ എല്ലാ കാര്യങ്ങളും നിഷിദ്ധമാകും. അതുകൊണ്ട് എടുത്തെങ്കിലേ നമ്മൾ തഹല്ലുലാവുകയുള്ളൂ, മോചിക്കുകയുള്ളൂ. അവിടുന്ന് മുടിയെടുക്കാൻ നമുക്ക് പോകുമ്പോൾ തന്നെ ഒരു കത്രി കയ്യിൽ വെക്കാം. പതുക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെടുക്കാം. അവനവന്റേത് വെട്ടിയതിന്റെ ശേഷമേ മറ്റവന്റെ വെട്ടാൻ പറ്റുന്ന നിയമമല്ല. കഴിഞ്ഞവർക്കൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടാം. മുടി കുറച്ച് വെട്ടിയെടുത്താൽ മതി. കളയാൻ പറ്റുന്നവർക്ക് കളയാം. ആദ്യത്തെ ഉംറ കഴിഞ്ഞ് തന്നെ കളഞ്ഞാൽ അതായിരിക്കും കൂടുതൽ നല്ലത്. ഹജ്ജിന്റെ സമയത്ത് മുടി ഉണ്ടാകൂല എന്നുള്ളതിന് പേടിക്കണ്ട. ആ സന്ദർഭത്തിൽ മുടി എടുക്കുന്നതിന് പകരം കത്രി കൊണ്ട് തലമ്മലൂടെ നടത്തിച്ചാൽ മതി. പാകിസ്ഥാനിൽ നിന്നൊക്കെ വരുന്ന ഹാജിമാർ ഈ സുന്നത്ത സ്വീകരിക്കുക. കേരളത്തിൽ നിന്ന് പോകുന്ന ഹാജിമാര് ഹജ്ജ് കഴിഞ്ഞിട്ടാണ് സാധാരണ മുടി കളയുക. ചിലര് ആ സമയത്തും കളയലില്ല. റസൂലുള്ളാഹി തങ്ങൾ വളരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് മുടി കളയാൻ, മുടി തീർത്തും കളഞ്ഞൊഴിവാക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കളഞ്ഞിട്ടുമുണ്ട്. മുടി എടുത്തതിന് ശേഷം അൽഹംദുലില്ലാഹില്ലദീ ഖളാ അന്നീ നുസ്കി അല്ലാഹുമ്മ ആതിനി ബികുല്ലി ശഅറത്തിൻ ഹസന എന്ന് തുടങ്ങുന്ന ദുആ കണ്ണീരൊലിപ്പിച്ച് ദുആരക്കുക. ആ ദുആയോടുകൂടി നമ്മുടെ ഉംറ കഴിഞ്ഞു. നമ്മുടെ ഉംറയിൽ നിന്ന് മുടിയെടുത്തോടുകൂടി കഴിഞ്ഞു. പെണ്ണുങ്ങൾ റൂമിൽ വെച്ച് അതോടുകൂടി വീട്ടിലേക്ക് പോകാം, റൂമിലേക്ക് പോകാം, കഞ്ഞി കുടിക്കാം, ഭാര്യ ഭർത്താക്കൾ ബന്ധപ്പെടാം, അവർക്ക് എവിടെയും പോകാം വരാം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ എല്ലാ കൊലപാതകങ്ങളും ചെയ്യാനൊന്നും അല്ല ഇതിന്റെ അർത്ഥം. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന അനുവദനീയങ്ങളൊക്കെ അനുവദനീയമാണ്. ഇഹ്റാമിന്റെ പ്രത്യേക അടിയന്തരാവസ്ഥ കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. ഇനി മക്കയിലുള്ള താമസകാലമാണ് സുഹൃത്തുക്കളെ. നമുക്ക് ആകെ പറഞ്ഞ ഒറ്റ വാക്കിൽ പറഞ്ഞല്ലോ, ഹജ്ജിന്റെ ഉംറയുടെ കാര്യങ്ങളിലൊക്കെ ഈ തവാഫും സഅയുമാണ് പഠിക്കേണ്ടത്. അത് വിശദമായി പഠിച്ചതുകൊണ്ട് നമുക്ക് ഇനി പ്രയാസങ്ങളൊന്നും ഇല്ല ഇൻഷാ അല്ലാഹ്. ഇനി മക്കയിലുള്ള താമസ കാലങ്ങളിൽ നമുക്ക് ചില സന്ദർശന സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട്. മദീന സിയാറത്തിലേക്ക് നമുക്ക് തരപ്പെട്ടാൽ ഹജ്ജിന്റെ മുമ്പ് പോകാം ഇൻഷാ അല്ലാഹ്. അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളും ഹജ്ജിന്റെ വിവരങ്ങളും വളരെ സംക്ഷിപ്തമായി നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്.